ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വളരെ ആകസ്മികമായാണ് ഞാൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ഈ അടുത്തിറങ്ങിയ മോഷൻ പോസ്റ്റർ കാണാനിടയായത്. ഇതിൻ്റെ ടീസർ വന്ന സമയത്ത് തന്നെ ഞാൻ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെപ്പറ്റി റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടീസറാണ്. കാരണം ഇതിൻ്റെ ടൈറ്റിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ വളരെ നമ്മളെ ഓഡിയൻസിനെ ഹൂക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിലാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ ഒരു അന്വേഷണ ത്രില്ലർ, അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റ് ഉള്ള ഒരു ടൈറ്റിലായിരുന്നു അത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടീസറും കൂടെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ മോഷൻ പോസ്റ്റർ വന്നപ്പോൾ ആ സിനിമയുടെ പ്ലോട്ടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജിബ്രാനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ മോഷൻ പോസ്റ്ററിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ മോഷൻ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. എല്ലാ പൗരാവകാശങ്ങളും വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു നിയമസംഹിത നമുക്കുണ്ട്. പക്ഷേ ഈ നാട്ടിലെ ഒരു പൗരന്റെ കയ്യിലും ഈ ഭരണഘടനയുടെ ഒരു കോപ്പി ഉണ്ടാവില്ല സർ. കാരണം ഇവിടുത്തെ അധികാരവർഗം അന്നു മുതൽ ചോദ്യം ചെയ്യപ്പെടും. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയും. അത് നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ടാവുക കോടതിയിൽ മാത്രമായിരിക്കും. അതൊരു ഗംഭീരമായിട്ടുള്ള ഫ്രെയിമാണത്. കാര്യം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ആൾക്കാരെല്ലാം ഒരു പേപ്പർ ടൈപ്പ് ഡ്രസ്സാണ്, അല്ലെങ്കിൽ അതിനുള്ള എലമെൻറ്റ്സ് എല്ലാം ഒരു പേപ്പർ ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഡയലോഗ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. നമ്മുടെ ആൾക്കാരുടെ കയ്യിലുണ്ടാവേണ്ട ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പവർ കാണിച്ചിട്ടുണ്ട് ആ ഡയലോഗിൽ. ദെൻ ഒരു മോളിൽ നിന്നുള്ളൊരു ഫ്രെയിം കാണിക്കുമ്പം ആ നടുക്കൊരു പെൺകുട്ടി ഇരിക്കുന്നു. എല്ലാ ആൾക്കാരും ആ പെൺകുട്ടിയിലേക്ക് വിരൽ ചൂണ്ടുവാണ്. എയ്തർ അവളിൽ എന്തോ കുറ്റം എല്ലാവരും ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ അവളിലൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരുപാട് പേർ ചേർന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് ലൈക്ക് ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ കംസ് ഇൻ ടു പ്ലേ എന്നുള്ളതായിരിക്കാം സിനിമയുടെ ഒരു പ്ലോട്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ട് ലൈനാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ BGM ഇങ്ങനെ സ്ലോ ടൂണി വന്നിട്ട് ഇങ്ങനെ ഹൈ പീക്കിലോട്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സാൻസ്ക്രിറ്റ് സോങ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്ന. ആ സോങ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, റൈസ് ഫ്രം ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ മോഷൻ പോസ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഫീമെയിൽ ഫിഗർ എണീറ്റ് നീക്കുകയും നിയമത്തിന് അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അന്വേഷണ ത്രില്ലർ അല്ലെങ്കിൽ ഒരു കോർട്ട് റൂം മൂവി ആയിരിക്കും ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് എനിക്കൊന്ന് വരുന്ന നെക്സ്റ്റ് വീക്കിലോ അതിൻ്റെ അടുത്ത ആഴ്ചയോ സിനിമ റിലീസാവുകയാണ്. അപ്പോൾ ഒരു സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ പോലീസ് സിനിമകളെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.